അയ്യോ, ഇതിപ്പോ ഒരു ചടങ്ങെന്നല്ലേ ഉള്ളൂ. ചിങ്ങമാസ വരണത്, മുഹൂർത്ത ഒത്തു വന്നു വെച്ചാ പിന്നെ താമസിപ്പിക്കാണ്ടിരിക്കാൻ നല്ലത്. മിണ്ടല്ല. ഒരു പെണ്ണിനെ ഇഷ്ടാവുക, അവക്കും ഇഷ്ടാവുക, അതിന് വീട്ടുകാരുടെ അനുഗ്രഹം ഉണ്ടാവുക, ഇതൊക്കെയല്ലേ എന്റെ നാരായണൻകുട്ടി ഭാഗ്യം എന്ന് പറയണത്. ഒത്തുവരാൻ പോലീസും പട്ടിയൊക്കെ എത്തിയെന്ന് കേട്ടു. എന്താ കുമാരേട്ട? ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ പറയണ്ടെന്ന് വിചാരിച്ചതാ. ബാലവാടിയിലെ ഹേമ ടീച്ചറില്ലേ, അവരുടെ ശവം പൊന്തിത്രേ പുഴയില്. ചാടിച്ചത്തതാണോ ആരെങ്കിലും കൊന്നിട്ടതാണോ ആർക്കറിയാ. എടോ നീ വന്നേ. ഇതാരേ കട? നാരായണൻകുട്ടിയേട്ടന്റെ. ഏത് നാരായണൻകുട്ടി? മേലെടുത്ത്. എന്നിട്ട് അയാളെവിടെ? അതാ ഉണ്ട്. എടോ ഇങ്ങോട്ട് വന്നേ. ആ താൻ തന്നെ. എന്താ അല്ല എന്താ കാര്യം? ഇറങ്ങണ്ട, ഇരുന്നാ മതി. ഇരുന്നോളൂ, പോരാ. എന്ത് ചോദിച്ചാലും ഒന്നും അറിയില്ലെന്ന് പറഞ്ഞാൽ മതി. നിന്റെയാണോ ഈ കട? അതെ. ഇന്നെന്താ കട തുറക്കാഞ്ഞേ? തുറന്നില്ല. അത് അറിഞ്ഞു കിടക്കണപ്പോ മനസ്സിലായി. എന്താ തുറക്കാഞ്ഞെന്നാ ചോദിച്ചേ? ഞാൻ ടൗൺ വരെ പോവായിരുന്നു. എന്തിന്? കടയിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ടൗണിൽ. താനാരാ? കുമാരൻ. എന്നോട് ചോദിച്ചില്ല. എന്താ കട തുറക്കാഞ്ഞെന്ന്? ആ കേറ്, ബാക്കി ശേഷം നിന്ന് സംസാരിക്കാം. അയ്യോ, എനിക്കൊന്നും അറിയില്ല. കുമാരേട്ടാ, ആളെവിടാ? നായകര് ഇതാരുടെ സാരിയാണെന്ന് അറിയോ? അറിയില്ല സർ. അറിയില്ല? ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടേ ഇല്ല? ഇല്ല. ഇതോ? അറിയില്ല. അറിയില്ല. ഇത് കണ്ടിട്ടുണ്ടോ? ഇല്ല സർ. ഇല്ല. ഇതും അറിയില്ല? ഇല്ല സർ. മേല് മുഴുവൻ സെന്റ് അടിച്ച പോലീസായെന്ന് രക്ഷപ്പെടാന്ന് ആരാണ് നിന്നോട് പറഞ്ഞെന്ന്? അത് അധികം വെറുതെ അടിച്ച. ഇന്നെന്താ നീ പീടി തുറക്കാഞ്ഞേ? ഞാൻ ആ സ്ഥലം വരെ പോവായിരുന്നു. ഏത് സ്ഥലം? സാധനങ്ങൾ എടുക്കാൻ ടൗണിലേക്ക്. കൊന്നതിന് ശേഷം വെള്ളത്തിൽ കെട്ടിത്താത്ത നിന്നെ ആരാടാ സഹായിച്ച്? കൊന്നോ? ആര്? എന്താ എന്താ ഇത്? ആരോട് ചോദിച്ചിട്ട് അകത്തേക്ക് ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ലാത്ത ഞങ്ങളുടെ മോനെ എന്ത് തെറ്റാ നിങ്ങളോട്
ഈ കോലത്തിലാ ഞങ്ങള് കാണുന്നത്. എവിടെ പോവാന്നാ പറഞ്ഞേ? കല്യാണം ഉറപ്പിക്കാൻ. നീ എന്നോട് എവിടെ പോവാന്നായിരുന്നു നേരത്തെ പറഞ്ഞേ? നേര് പറയടാ. ഹേമ ടീച്ചറെ ഒന്നും നീയല്ലേ? അയ്യോ, ഞാൻ അറിയാത്ത കാര്യമാണ് സാർ. സത്യം പറയുന്നത് നല്ലത്, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും. എന്റെ പൊന്ന് സാറേ, സ്വന്തോടെ പറഞ്ഞോള് പറയാണെന്ന് കരുതണം. രോഗം വന്ന് പണ്ടവന്റെ കാല് മുറിക്കുന്ന സമയത്ത് ഞങ്ങൾ ആ ഡോക്ടറോട് പറഞ്ഞു, കാല് മുറിക്കല്ലേ, പകരം 3 കഴുത്ത് തരാന്ന്. അതുപോലെ ഇപ്പോഴും പറയാണ് എന്റെ പൊന്ന് സാറേ. ഞങ്ങൾ ഒരു തള്ള വീട്ടിൽ പോയാൻ കെട്ടി കിടക്കുക. ഇതൊന്നും ഇവിടെ പറയണ്ട, ഒന്ന് പോണെന്തല്ലേ? വരാനൊക്കെ പറഞ്ഞു. ഇവിടെ ഒന്ന് ബഹളം വെക്കാതെ തള്ളേ. പുറത്തേക്ക് പോകാൻ. അപ്പൊ നീയല്ല കൊന്നത്? അല്ല സാർ. ആ, ഞങ്ങള് കണ്ടുപിടിച്ചോളാം. ഇപ്പൊ പോയിക്കോ, വിളിക്കുമ്പോഴൊക്കെ വന്നേക്കണം. സാർ. സ്റ്റേഷൻ അതിർത്തി വിട്ട് പോകരുത്. ശരി സാർ. ആ റൈറ്റർ എടുത്ത് ഒപ്പിട്ട് വെക്കോ. ഒഴിവായിന്ന് കരുതണ്ട. സാക്ഷാത് ദൈവത്തെ കാണുന്നത് പോലെയാ ഞങ്ങള് മുതലാളിയെ കാണുന്നത്. ദൈവത്തെ കണ്ടാ ദൈവം എന്തെങ്കിലും മറുപടി പറയാറുണ്ടോ തള്ളാരെ? പക്ഷേ ഞാൻ മറുപടി പറയാം. ഈ ചെക്കൻ എന്തിനായി വേണ്ടാത്ത പണിക്കൊക്കെ അയ്യോ, പോയത്? ഞങ്ങളുടെ കുട്ടി ഒരു തെറ്റും ചെയ്തില്ല അത് മുതലാളി. വെറുതെ പണ്ട് ഈ കുട്ടി ആ നഴ്സറി ടീച്ചറെയും കൊണ്ട് ഗുരുവായൂരൊക്കെ ചുറ്റിക്കറങ്ങിയത് നാട്ടിന് മുഴുവൻ പാട്ടായില്ലേ അമ്മായി? ഇല്ലേ അമ്മാമ്മേ? ചെറിയ തെറ്റല്ലേ പെങ്ങളെ? അന്ന് ഞങ്ങളെല്ലാരും അവന്റെ വേണ്ട. മാനവും മര്യാദയ്ക്കും നടക്കണ ആരെങ്കിലും പോലീസുകാർ കൊണ്ടുപോയിട്ട് ഉമ്മ വെക്കാറുണ്ടോ? ആട്ടെ, ഇതൊക്കെ പോട്ടെ. ഞാൻ ഇപ്പൊ എന്താ വേണ്ടേ? കാര്യപ്രാപ്തിയുള്ള ബന്ധുക്കളായിട്ട് ഞങ്ങൾക്ക് ആരുമില്ല. അവിടുന്ന് വേണ്ടത് ഉപദേശം തരണം. ഇത്രയും കാലം എന്റെ ഉപദേശം കേട്ടിട്ടല്ലല്ലോ നിങ്ങളുടെ കുട്ടി കഴിഞ്ഞത്. പെൺകുട്ടികളെ പഴപ്പിക്കാനും ശവം ചാക്കി കെട്ടി താത്താനും ഞാൻ പറഞ്ഞ. എന്റെ ഈശ്വര, എന്റെ കുട്ടി അതൊന്നും ചെയ്തിട്ടില്ല. അയ്യോ, അപ്പൊ കൊന്നത് ഇവനല്ലേ? അയ്യോ, ഞാൻ ആ ഹേമ ടീച്ചർ ശരിക്കും കണ്ടിട്ട് പോലുമില്ല മുതലാളി. ഏയ്, ശരിക്കും കാണാതെ എങ്ങനെയാ ആ ടീച്ചർ നിനക്ക് മിക്സി വാങ്ങി തന്നത്? മിക്സി വിവരിക്കണ്ട. നിരപരാധിയാന്ന് വെച്ചാ പോലീസിനോട് കാമാന്നൊരു അക്ഷരം പറയണ്ട. കണക്കുണാന്ന് വല്ലതും പറഞ്ഞ അവര് ചിലപ്പോ നിന്റെ മറ്റേ കാലും കൂടി തല്ലുപിടിക്കും. ഒരു കാല് തന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ടാ നിനക്ക് തന്നത്, മനസ്സിലായേ? മുതലാളി, നിങ്ങളുടെ കുട്ടി വളരെ നല്ലവനല്ല എന്ന് എനിക്കറിയാം. ഇങ്ങോട്ട് വന്ന വഴി ഓർമ്മയുണ്ടല്ലോ? നടക്കാൻ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടാ? ദേ, നിന്നോടാ ചോദിച്ചേ. ഇല്ല. എന്നാ പിന്നെ വന്ന വഴിക്ക് എന്നെ മടങ്ങിക്കോളൂ. ഇനി ഈ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട.